ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആയിട്ട് കറങ്ങാൻ ഇറങ്ങിയതാണ്. എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പിറവത്താണ് ഉള്ളത്. പിറവം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി, നല്ല അടിപൊളി സ്ഥലമല്ലേ. അപ്പോൾ നമ്മളിന്ന് റാൻഡമായിട്ട് കുറച്ച് സ്ഥലത്തേക്ക് പോകാറില്ല, പ്രത്യേകിച്ച് ഇന്നത് ചെയ്യുള്ളൂ എന്നൊരു പ്ലാനില്ല. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നത് പിറവം മഹാദേവ ക്ഷേത്രമാണ്. പിറവം പാഴൂർ മഹാദേവ ക്ഷേത്രമാണ്. നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, അത് കാരണം അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മളവിടെ വീഡിയോ എടുത്തില്ല. അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ അമ്പലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പുറത്തെ ഒരു ഇരുമ്പ് പാലം കണ്ട്, ഈ സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെ. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഈ പുഴയൊക്കെ നമുക്ക് കാണാം നല്ല പോലെ. കണ്ടോ ബാക്ക്ഗ്രൗണ്ട് നോക്കി, അടിപൊളി സ്ഥലമല്ലേ. ആ ബാക്കി കാണുന്നതാണ് അമ്പലം. അവിടെ എഴുതി വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ നമ്മൾ ഈ പാലം ജസ്റ്റ് കയറാൻ വന്ന, ഈ പാലം ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് പാലം. നമ്മൾ ഈ ഭൂത്താങ്കെട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പാലം ഉണ്ടാവില്ല, അതേപോലെ ഇല്ല. ഇത് മറ്റേ ഇരുമ്പ് പാലം പോലത്തെ. കണ്ടോ, കാലൊക്കെ പൊള്ളുന്നു, ചൂടുണ്ട്. നമ്മൾ ചെരുപ്പ് കാറിലിട്ട്, അതുകൊണ്ട് നമുക്ക് ചെരുപ്പില്ല. അതാണ് അമ്പലം കാണുന്നത്. അപ്പോൾ ഇന്ന് 1-2 പരിപാടികളുണ്ട്, അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ പോണ വഴിക്ക് നമ്മളിവിടെ കയറിയ ദേ ഒരു കിളീനെ നോക്കിയേ. ദേ ഒരു കിളീനെ നോക്കിയേ, പച്ച കളറുള്ള. അയ്യോ, തത്തയല്ല, ഒരു ചെറിയ കിളി, പച്ച കളറുണ്ട്. ദേ ഇരിക്കുന്നു. അയ്യോ, എൻ്റെ കാല് പൊള്ളിയിട്ട് വയ്യ. ഇവിടെ നോക്കടാ, ഇവിടെ നോക്ക്. കിളിയോടെ ഇങ്ങോട്ട് നോക്കാൻ പറയാം, എനിക്ക് കാണുന്നില്ല. ദേ ഇവിടെയൊക്കെ വേറെ 1-2 കിളികളും കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയാൻ പാടില്ല. അതേ കമ്പിയെക്കൂടെ ഇരിക്കണം നോക്കിയേ. ദേ ഒരുത്തൻ പറന്നോണ്. ഈ അടക്കാക്കുരുവി പോലെ എന്തോ കിളികളാ. അത് ദേ പോണ്, അവന്മാർ പറന്നുപോയി. ഈ 2 എണ്ണം ഇരിപ്പുണ്ട്, മറ്റേ പച്ചക്കിളിയും പോയി. എന്തോ കിളികള്. ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ പുഴ തിരിച്ചൊഴുകുന്നതായിട്ട് കാണാം, അങ്ങനെ എന്തൊക്കെ അവർ പറഞ്ഞ്. പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്, അവരാ പറഞ്ഞത്. പക്ഷെ അതെന്താ സംഭവം എന്നൊക്കെ മനസ്സിലാവുന്നില്ല, ഒന്നും കാണുന്നില്ല. എന്താന്ന് എനിക്കൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്. എൻ്റെ അമ്മ, താഴെ ഒരു മനുഷ്യൻ കുളിക്കുന്നു. ഇനിയിപ്പോൾ അയാളുടെ വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ എന്നെ പിടിക്കും. ഈ അമ്പലത്തിന് ഒരുപാട് ഇതുണ്ട്. അത് ഈ അമ്പലത്തിൽ നമ്മൾ കയറുന്ന ശ്രീബലിക്കൽ പുരയില്ലേ, ശ്രീബലിപുര എന്നും പറഞ്ഞ് അമ്പലം കയറുമ്പോൾ തന്നെ ഇങ്ങനെ ചതുരത്തി ഒരു വരാന്തൊക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടാവുമല്ലോ. അതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെരുന്തച്ചൻ പണിതാണ്. നമുക്ക് അവിടെയൊന്നും വീഡിയോ എടുക്കാനില്ല, അടിപൊളി കൊത്തുപണിയാണ്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം അത് ഞാൻ എടുത്തില്ല. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മളങ്ങനെ ചെയ്യണ ശരിയല്ലല്ലോ. അപ്പം പെരുന്തച്ചൻ ആണ് അത് പണിതേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗരുഡൻ്റെ ഒരു കൊത്ത് പണിയുണ്ട്. ഒരു ഗരുഡനെ കൊത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്തച്ചൻ അത് പണിത് കഴിഞ്ഞപ്പോഴേക്കും, ഇതാണ് അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പെരുന്തച്ചൻ ഗരുഡനെ കൊത്തി കഴിഞ്ഞപ്പോഴേക്കും അതിന് ജീവൻ വച്ച്, ഗരുഡൻ പറന്നു പോകാൻ പോയപ്പോഴേക്കും പെരുന്തച്ചൻ അതിൻ്റെ ഒരു ചിറക് അരിഞ്ഞു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഗരുഡന് ഒരു ചിറകേ ഉള്ളൂ. അതാണ് സംഭവം. അപ്പോൾ അത് എന്തോ കുറേ ഐതിഹ്യങ്ങളുണ്ട്, ഇങ്ങനെ കുറേ കഥകളുണ്ട്, നമുക്കൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് അറിഞ്ഞ ഒരു കാര്യം പറഞ്ഞതാണ്. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു തന്നാ കേട്ടോ, എനിക്കിതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെയെന്ന് വെച്ചാൽ അവിടെ നാഗദൈവങ്ങളുടെ ഇതിൻ്റെ അവിടെ ഒരു പ്ലാവുണ്ട്. പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന ഇതുകൊണ്ട് കിളുത്ത പ്ലാവാണെന്ന് എന്നാണ് അവർ പറയുന്നത്. അപ്പം അതിന് താഴെ വരെ ചക്ക ഉണ്ടാവുന്നു, വലിയ പ്ലാവ. അപ്പോൾ അത് അവിടെ അത് പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന തിരുമേനി ആരോ അത് കൊണ്ടുവന്ന് ഇത് അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, അപ്പോൾ ആൾ മരിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം അവരൊരു ഭാഗത്തുള്ള വാതിൽ തന്നെ താഴിട്ട് പൂട്ടി വെച്ചേക്കും. അപ്പോൾ ആ വാതിലിൽ കൂടെ ആരും കയറാൻ പാടില്ല, അങ്ങനെ എന്തോ ഒക്കെ സംഭവങ്ങളുണ്ട്. ഇപ്പം പ്ലാവിനകത്ത് ചക്കയൊന്നുമില്ല, അവിടെ നിൽക്കുന്നുണ്ട്.
അപ്പം ഇങ്ങനത്തെ കഥകളൊക്കെയാണ് ഈ അമ്പലത്തിനായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടത്. പക്ഷെ നമുക്ക് ആ കൊത്തോണിയൊക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. പക്ഷെ നമുക്ക് അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക ഇതിൻ്റെ അവിടെ എടുക്കരുതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ കുഞ്ഞിക്കിളികളൊക്കെ അവിടെ കുറേ പറന്ന് കിടക്കണം. പുഴ തിരിച്ചൊഴുകുന്നെന്ന് പറഞ്ഞതിൻ്റെ സംഭവം നോക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചാൽ കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ആ സൈഡിൽ നിന്ന് വരണ വെള്ളമൊക്കെ നേരെ ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് വന്ന ഈ വെള്ളം കണ്ടോ, ഇത് അങ്ങോട്ടാണ് ഒഴുകുന്നത്. ഇലയൊക്കെ അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ടോ? കണ്ടോ, ഇവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. അവിടെ നിന്ന് വന്ന വെള്ളം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. കണ്ടോ അവിടെ. പക്ഷേ ഇത് അത്ര ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ അതെന്ന് എനിക്കറിയില്ല ഒഴുക്കിൻ്റെ. കാരണം വലിയ ഒഴുക്കൊന്നുമില്ല. ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഓളമായിട്ട് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. കാല് പൊള്ളിയിട്ട് നിൽക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ കാറ് അവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തേക്കും. അതിനകത്ത് ചെരുപ്പൊക്കെ അതൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് വേറെ 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പം ആ വഴിക്ക് വേറെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പോകുന്ന വഴി നമ്മളിങ്ങനെ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കാം. ഇവിടെ പിറവം ആണല്ലോ അരീക്കൽ വാട്ടർഫോൾ. അപ്പോൾ അരീക്കൽ വാട്ടർഫോൾ ഒന്ന് കാണാൻ കയറണമെന്നുണ്ട്. പണ്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മളൊന്നും കൂടെ പോകാമെന്നൊക്കെ വിചാരിച്ച്. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും നമുക്ക് വാട്ടർഫോളൊക്കെ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഞാനിപ്പോൾ ഒരു പ്ലാവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പാതാളത്തിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട് വളർന്ന അതാണ് ഈ പ്ലാവ്. ഒരു ചക്കയുണ്ട്. ഇതിപ്പോൾ എടുക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങളിപ്പോൾ റോഡിൽ നിന്ന് പുറത്തുനിന്നാണ് എടുക്കണം. നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് എടുക്കണില്ല. ഇതുണ്ടോ, ഇത് ആ ഷെഡ് പോലെ കാണുന്ന നാഗദൈവങ്ങളുടെ ഇതാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ പ്ലാവ്. 2-3 ചക്കയുണ്ട്. അങ്ങനെ ഇതാണ് ഐതിഹ്യത്തിലുള്ള പ്ലാവ്. അപ്പം ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് എടുക്കണത്. കാരണം അകത്തുനിന്ന് എടുക്കാൻ പറ്റില്ല. അമ്പലത്തിൻ്റെ പരിസരത്ത് എടുക്കില്ലെന്നൊക്കെ അവർ എഴുതി വെച്ചാണത്. ഇനിയിപ്പോൾ ഇത് കാണിച്ചാൽ പ്രശ്നമുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാവ്. അപ്പം നമ്മൾ തിരിച്ച് കാറിലേക്ക് പോകും. ഒടുക്കത്തെ വെയിലാവും രക്ഷയിൽ. അച്ഛനങ്ങോട്ട് പോയി. അവിടെ ഈ പുഴയുടെ വേറെന്താ, അമ്പലത്തിൻ്റെ കടമൊക്കെയാണ്. ഇവിടെ താഴെ ഒരു വേറൊരു നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ചെറിയൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. നമ്മൾ അതിൽ കയറി ഇറങ്ങിയതാണ്. ഇവിടെ താഴെ ഈ മറ്റേ കൂട്ട് പുല്ലൊക്കെ നിൽക്കുന്നുണ്ടോ, മീശപ്പുല്ല്. ഇവിടെ നിറയുണ്ട്. ഇത് ചിതാഭസ്മം സ്ഥാപിക്കാൻ മണപ്പുറമാണ് ഇതിൻ്റെ. ഈ ബലിയിടുന്നവരൊക്കെ ചിതാഭസ്മം ഒക്കെ ഇതിന് ഒഴുക്കാൻ കൊണ്ടുവരുന്ന ഇവിടെ. അപ്പം അതിനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മുടെ ആലുവ മണപ്പുറം പോലെ എന്തോ സംഭവമാണ്, മണപ്പുറമാണ്. പക്ഷെ ഇവിടെ മൊത്തം ഈ കാട് പിടിച്ച് ഇവിടെ ആൾക്കാർ അപ്പിയിടാനൊക്കെ പോകണമെന്ന് തോന്നുന്നു. അച്ഛനങ്ങോട്ട് പോയി. അയ്യപ്പന്മാരുണ്ടെന്ന് പറയാം. അവിടെ മുകളിൽ ടോയ്ലറ്റൊക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് ഇതിന് ഇരിക്കുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ മതി. കണ്ടോ, അടിപൊളി വ്യൂവാണ്. ഞങ്ങൾ താഴേക്ക് പോയില്ല. ഇതാണ് അമ്പലം. അവിടെ പോകുന്ന സിറ്റുവേഷനല്ല. ഇതാണ് നമ്മുടെ അമ്പലം. അയ്യോ, പുളിക്കടവ്.